നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ഇവിടെ കുറച്ച് വിശേഷങ്ങളുണ്ടായി. മോളെ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ആദ്യം നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ അമ്മേ? മോളെ, രോഹിത് ജീവനോടുണ്ട്. അവനെ ഞാൻ കണ്ടു. രോഹിത്? ആ, എന്താ രോഹിത്തിനെ അമ്മ കണ്ടു. സ്പീക്കറിലിട്ട് അമ്മേ, വിഷ്ണുവേട്ടനുണ്ട് അടുത്ത്. ഞാൻ ഫോണൊന്ന് സ്പീക്കറിലിടുക. ശാരദാമ്മ എവിടെ വെച്ച് രോഹിത്തിനെ കണ്ടെന്ന് പറഞ്ഞേ? ഞാന് ശാരിയും കൊണ്ട് കണ്ണിന്റെ ചികിത്സയ്ക്ക് പോയ അടിവാര സെറ്റിൽമെന്റ് കോളനിയില്. രാജ്യമ്മയുടെ കുടിയിൽ തന്നെ മാസങ്ങളായി ചികിത്സയിലുണ്ടായിരുന്നു അവൻ. ഞാനിപ്പോഴാ കണ്ടതെന്ന് മാത്രം. അമ്മേ, രോഹിത്തിന്റെ അവസ്ഥ എന്താ? വീഴ്ചയില് കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ രാജ്യമ്മയുടെ ചികിത്സയിൽ ഭേദമായി. പക്ഷെ ബോധം തെളിഞ്ഞത് കഴിഞ്ഞ ദിവസമാ. ആ, ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. പക്ഷെ പൂർണ്ണമായ ആരോഗ്യം കൈവന്നിട്ടില്ല മോളെ. അമ്മേ, എങ്ങനെയാ അപകടം ഉണ്ടായെന്ന് രോഹിത് പറഞ്ഞില്ലേ? നമ്മുടെ സംശയം ശരിയാ മോളെ. സുസ്മിത തന്നെയാ അവനെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് കൊക്കയിലോട്ട് തള്ളിയിട്ടത്. അമ്മേ, രോഹിത്തിനെ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ എത്തിക്കണം. എന്നിട്ട് ആ സുസ്മിതയ്ക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക വേണം. ആ മോളെ, അതിലൊരു പ്രശ്നമുണ്ട്. എന്താ അമ്മേ? അത് കണ്ടിട്ടുണ്ടോ അയാളെ? താങ്ക് യു ബോസ് സാറേ. അപ്പോ രോഹിത്തിന്റെ മരണം നിയമത്തിന്റെ മൗനാനുവാദത്തിൽ. പോലീസ് എന്തിനാ അമ്മേ രോഹിത്തിനെ കൊല്ലാൻ നടക്കുന്നേ? പോലീസല്ല, സുസ്മിത. അവൾക്ക് വേണ്ടി മറ്റുള്ളവർ കരുവാവുന്നതാ. അതാരാന്നോ എന്തോന്ന് ആ വിജയൻ എന്ന പോലീസുകാരനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. മോനെ, അതുവരെ രോഹിത് ജീവിച്ചിരിക്കുമെന്ന സംശയം. അതെന്താ അമ്മേ? രോഹിത് അടിവാര സെറ്റിൽമെന്റ് കോളനി തന്നെ ഉണ്ടെന്ന് വിജയനും അയാളെ പറഞ്ഞു വിട്ടവർക്കും ഉറപ്പുണ്ട്. രാജ്യമ്മയുടെ കുടിയില് രോഹിത് ഉണ്ടോന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയവുമുണ്ട്. 1-2 തവണ വിജയൻ കുടി കയറി വരികയും ചെയ്തു. അപ്പോഴത്തെ ഭാഗ്യം കൊണ്ടും ദൈവാധീനം കൊണ്ടും രക്ഷപ്പെട്ടതാ. പക്ഷെ രോഹിത് രാജ്യമ്മയുടെ കുടിയിലുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള ചില തെളിവുകള് ഇപ്പൊ അവരുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനിയും വിജയൻ അവിടെ കയറി ചെന്ന രോഹിത്തിന്റെ കഥ അയാൾ തീർക്കും. ഇനി എന്ത് ചെയ്യണമെന്നാ ശാരദാമ്മേ? വിഷ്ണുമോനായിരിക്കും. ഞാൻ നോക്കട്ടെ. നിക്ക്, ഞാൻ നോക്കാം. ഇനി വരുന്നത് വിജയനോ മറ്റോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. ആരാ? ഞാനാ രാജ്യമ്മേ, വാതിലുറക്ക്. വിഷ്ണുമോനാണെന്ന് തോന്നുന്നു. ആ അതെ. വിഷ്ണു അല്ല, വിജയനാ. എന്താ വിജയ ഈ നേരത്ത്? ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമായിരുന്നു. പറ്റില്ല. ഇവരൊക്കെ ആരാ? നടക്കില്ല വിജയ.
അടിവാരം സെറ്റിൽമെന്റ് കോളനിയിൽ എന്ത് നടക്കും എന്ത് നടക്കില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വിജയന. നിങ്ങളുടെ പ്രസിഡന്റിന്റെ മെഡലും മെഡിക്കൽ ജേണലിന്റെ ആദരവും ഒക്കെ 8 ചുരുട്ടി കെട്ടിക്കോണം. വാതിലടക്കടാ. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി വന്ന് നിങ്ങൾ എന്ത് തോന്നിയ ദിവസം സാറേ കാണിക്കുന്നത്? അയ്യോ, മജിസ്ട്രേറ്റ് ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്കിതൊന്നും പുതുമയല്ലല്ലോ ശാരദാമേ. സ്വർണ്ണാപകരണ കേസിലും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതിനുമൊക്കെ പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതല്ലേ. പരിചയമുണ്ടായിരിക്കുമല്ലോ പോലീസിന്റെ മട്ടും മാതിരിയൊക്കെ. കണ്ടാൽ എന്തൊരു മാന്യ, ശ്രീകോവിലിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ ദേവിയെ പോലെയുണ്ട്. കയ്യിലിരിപ്പ് വേറെയും. പിന്നെ തോന്നിയവാസത്തിന്റെ കാര്യം. ഇവിടെ താമസിക്കുന്നത് പെണ്ണുങ്ങൾ മാത്രമാണോന്ന് ആദ്യം ഞാനൊന്ന് നോക്കട്ടെ, പിന്നെ തീരുമാനിക്കാം തോന്നിയവാസം കാട്ടണോ വേണ്ടേന്ന്. ഈ മുറി കിടന്നവനോടെ സാറിനോടല്ലേ പറഞ്ഞത് അയാൾ പോയെന്ന്? നേരാണോ രാച്ചിയമ്മേ? എന്നാ ഈ വിജയനൊരു മാജിക് കാണിച്ചു തരട്ടെ. ഒന്നുമില്ലാത്ത തൊപ്പിക്കുള്ളിൽ നിന്ന് മുയലിനെ എടുക്കുന്ന പോലെ ഇവിടെ നിന്ന് പോയവനെ പൊക്കിയെടുത്ത് കാണിച്ചു തരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.